സ്വന്തം സുഹൃത്തിന്റെ അച്ഛനു വേണ്ടി കരൾ നൽകി. അതിനുശേഷം അനുഭവിക്കേണ്ടി വന്നത് തീരാ ദുരന്തവും. ഈ കഥ നിങ്ങൾ കേട്ടാൽ ദൈവത്തിനോട് പോലും ചോദിച്ചു പോകും, ഇത്ര ദുഷ്ടനാണോ നിങ്ങൾ എന്ന്. ജേർണലിസ്റ്റും പ്രവാസിയുമായിരുന്ന രഞ്ജുവിന് ഒരു നന്മ ചെയ്തതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നത് ഈ ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള തീരാ നോവായിരുന്നു. കരളേറ്റെടുത്ത സുഹൃത്തിനെയും കുടുംബത്തിനെയും ഇന്നും തേടുകയാണ് ഈ കുടുംബം. ചിലപ്പോൾ ഒരു ആശ്വാസവാക്ക് മാത്രം മതിയാകും. ഇപ്പോഴും ആ സുഹൃത്തും കുടുംബവും എവിടെയെന്ന് പോലും അറിയില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ കുടുംബത്തിന് നമ്മളുടെ സഹായം ആവശ്യമാണ്. ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമ്മളാൽ ഈ ചേട്ടന് ലഭിച്ചു എന്നിരിക്കാം. ചേച്ചി നമസ്കാരം. രഞ്ജു ചേട്ടന് എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? 2020 അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛന് വേണ്ടി കരൾ ദാനം ചെയ്യണ്ടായി. അപ്പോൾ ആ സമയത്ത് സർജറിക്കിടെ ഉണ്ടായ കോംപ്ലിക്കേഷൻ മൂലം സ്പൈനൽ സ്ട്രോക്ക് വരികയും ആളിതുപോലെ കിടപ്പാവുകയും ചെയ്തു. ഈ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഓടിച്ചാടി നടന്ന് ജോലി എടുക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ഉപകാരം ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ആവേണ്ടി വന്നത്. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ആദ്യമേ ഉണ്ടായിരുന്നില്ല എന്നും കേൾക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ ആദ്യം ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഇങ്ങനെ കരൾ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ? ആദ്യം സമ്മതിച്ചില്ലാരും. പിന്നെ അവൻ്റെ ആ ഒരു ഇഷ്ടത്തിന് മാത്രമാണ് പിന്നീട് സമ്മതിച്ചത്. അവൻ വാക്ക് പറഞ്ഞു പോയി എന്നുള്ള രീതിയിൽ ആണ് പിന്നെ ചെയ്തത്. പക്ഷേ സർജറിക്കിടയിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞില്ല. സർജറിക്കിടയിൽ BP ഒരുപാട് തവണ കയറുകയും അവരതിനുള്ള മരുന്ന് കൊടുത്ത് കുറച്ച് വീണ്ടും സർജറിക്ക് തയ്യാറാക്കിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉള്ള കോംപ്ലിക്കേഷൻ കൊണ്ടാണ് ഇങ്ങനെ സ്പൈനൽ സ്ട്രോക്ക് വന്നത്, കിടപ്പിലായത്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ കൊടുത്ത? അച്ഛന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടായിരുന്നു? അവര് പിന്നീട് സമീപിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ വീട്ടിൽ പോയി തിരക്കി വിളിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല. പിന്നെ അവരെ കുറിച്ചൊരു വിവരമില്ല. ഇപ്പോഴും ഒരു വിവരമില്ല. നമ്മൾ ഇപ്പം ഒരു നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നെങ്കിലും പല ആൾക്കാരെ എതിർത്തിട്ട് നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്തിട്ട് അതിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാവാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് എനിക്കറിയാം ബുദ്ധിമുട്ടിലാണ് നിങ്ങളുള്ളത് എന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? നമുക്കിപ്പോൾ ഏകദേശം 3 ലക്ഷത്തിന് മേലെ വേണം ഒരു മാസം. നമ്മൾ രഞ്ജുവിന് കൊടുക്കുന്ന ഒരു പൊടി പെപ്റ്റാമിൻ എന്ന് പറഞ്ഞൊരു പൗഡർ ഇപ്പോൾ 1700-1800 രൂപയാവുന്നത്. അത് തന്നെ വേണം മാസം ഒരു 60,000 രൂപ അടുപ്പിച്ച്. പിന്നെ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, പിന്നെ അവന് ഉപയോഗിക്കുന്ന അണ്ടർപാഡ്, ഡയപ്പർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ആകുമ്പോൾ എങ്ങനെയായാലും ഒരു 3 ലക്ഷത്തിന് മേലെ നമുക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നല്ല മനസ്സുകളുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോയത് ഇത്രയും നാളും. പിന്നെ നമ്മുടെ വസ്തു ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് ചികിത്സയ്ക്കും കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്. മുന്നോട്ട് പോകണമെങ്കിൽ തന്നെയും വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു മരുന്ന് മേടിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം ഒരു ബോട്ടിലാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു മാസത്തേക്ക് മേടിച്ച് വെക്കുകയാണോ അതോ എങ്ങനെയാ? അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നിങ്ങൾക്കത്? നമ്മളിപ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ നല്ല മനസ്സുള്ളവരെ സഹായിക്കണമെങ്കിൽ ഒരു 5 ബോട്ടിൽ വെച്ച് മേടിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ആകുമ്പോൾ നമ്മൾ അവിടെ കമ്പനി ഡയറക്റ്റ് എടുക്കുമ്പോൾ കുറച്ചൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഒരു 1600-650 കിട്ടും. അങ്ങനെ പോകുന്നുണ്ട്. അന്നേരം ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലേ ആളുടെ അടുത്ത് ഈ ഒരു പ്രൊസീജിയറിന് ആൾ തയ്യാറായത്? അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നത്? ഇങ്ങനൊരു ഇത്രയും ഒരു ഇത് ആദ്യമായിട്ടൊരു സംഭവമാണല്ലോ ഇങ്ങനെ. നമ്മുടെ കുടുംബം അങ്ങനെ ഒരു ഇതില്ല, ഒരു പശ്ചാത്തലം അങ്ങനെ ഇല്ലാത്തൊരു ഇല്ല. പക്ഷെ ഇങ്ങനെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒന്നും ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ലൊരു കാര്യമില്ലെന്ന് വിചാരിച്ചു. പിന്നെ അവൻ്റെ അതേ നിർബന്ധമാണ്, വാക്ക് പറഞ്ഞു പോയില്ലേ അത് കൊടുത്താലേ ഒക്കുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത്. ആയപ്പോൾ നമ്മളും തളർന്നു പോയി. ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ. ആള് മാരീഡ് ആയിരുന്നു? മാരീഡ് അല്ലായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ ഇത് എവിടെയുള്ള ആളായിരുന്നു ഈ കൊടുത്തിരുന്ന കരള്? ഇവിടെ തന്നെയുള്ളതാണ്. അവരെ പിന്നെ തിരക്കിയിട്ടൊന്നുമില്ല? തിരക്കിയായിരുന്നു. അവർ വീട്ടിൽ പോയായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ എടുക്കുന്നില്ല, ഒന്നും ചെയ്തില്ല. ഏത് ഹോസ്പിറ്റലായിരുന്നു സർജറി ഒക്കെ ചെയ്തിരുന്നത്? ലേക്ക് ഷോറിലായിരുന്നു. അവിടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? മുഖ്യമന്ത്രിയുടെ നമ്മൾ ചെന്നപ്പോഴൊന്നും അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സമീപനമല്ല ഉണ്ടായത്. പിന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ വന്ന് തിരക്കി അതിൻ്റെ റിപ്പോർട്ടൊക്കെ ആയിട്ടുണ്ട്.
ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അല്ലാതെ സ്വാഭാവികമായിട്ട് ഇതൊങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഡോക്ടർമാർ ബി പി ഒരു പലതവണ കൂടിയിട്ട് അവർ പറഞ്ഞില്ല. അപ്പോൾ ബി പി എങ്ങനെയൊക്കെ കൂടുമ്പോൾ ഫിറ്റല്ലെങ്കിൽ ആ സർജറി ചെയ്യില്ലല്ലോ. അവർക്ക് എങ്ങനെയെങ്കിലും സർജറി ചെയ്താൽ മതി എന്ന് അത് ആ റിപ്പോർട്ടിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അങ്ങനെ. ഇപ്പോൾ എങ്ങനെയാ ആളുടെ ഒരു റുട്ടീൻ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ അവന് 2 വർഷം മുന്നേ വരെ അവൻ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ന്യൂമോണിയ വന്ന് ബ്രെയിനിനെ ബാധിച്ച് സംസാരിക്കാനുള്ള ശേഷിയും വിഴുങ്ങാനുള്ള ശേഷിയും പോയി. പിന്നെ ഇപ്പോൾ പെപ്റ്റാമിനാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ഡെയിലി 6 മണി തൊട്ട് രാത്രി 10 മണി വരെ കൊടുക്കും. പിന്നെ അതിനിടയ്ക്ക് വെച്ച് വെള്ളം കൊടുക്കും, പിന്നെ പഴച്ചാറുകൾ എന്തെങ്കിലും കൊടുക്കും. പിന്നെ ഫിസിയോതെറാപ്പി വരുന്നുണ്ട്, സ്പീച്ച് തെറാപ്പി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടവിട്ട് ചരിച്ച് കിടത്തുന്നുണ്ട്. രാവിലെ ബാത്തും കാര്യങ്ങളും വൈപ്സ് വെച്ച് ബാത്ത് എല്ലാം ചെയ്യും. ഇപ്പോൾ ഈ ന്യൂമോണിയ വന്നതിന് ശേഷമാണ് കൈ ഇങ്ങനെ? അതെ, 21 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അത് കഴിഞ്ഞ് 1.5 മാസം MIC-യിലും പിന്നെ വാർഡിലൊക്കെ ആയിട്ട് 1 മാസം, ഏകദേശം 2-2.5 മാസത്തോളം 3 മാസത്തോളം ആസ്റ്റർ മെഡിസിറ്റിലായിരുന്നു. അപ്പോൾ ഫിസിയോ ഒന്നും കറക്റ്റ് കിട്ടില്ല, അങ്ങനെ കൈ മേലോട്ടായി പോയത്. ഇപ്പോഴും ഫിസിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഇപ്പോഴും ഫിസിയോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫിസിയോ? ഒരുപാട് പ്രാവശ്യം മുടങ്ങി, കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഫിസിയോ മുടങ്ങുന്നുണ്ട്. ആൾക്ക് ഇപ്പം ഇങ്ങനെ ഓടിച്ചാടി നടന്നിരുന്ന ഒരാളാകുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു കിടക്കയിലാവുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ആള് എങ്ങനെയെങ്കിലും കൺവേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്? ഇപ്പോഴും ഇത്തിരി മുമ്പേ അവൻ സങ്കടപ്പെട്ടതേ ഉള്ളൂ. വേണ്ടായിരുന്നു പറഞ്ഞ് കുറച്ച് മുന്നേയും കരഞ്ഞതേ ഉള്ളൂ. വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അവൻ്റെ പറയുന്നത് നമുക്ക് മനസ്സിലാവും പറയുന്നത്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ന്യൂമോണിയ വന്ന് ബ്രെയിനിനെ ബാധിച്ച അവനിപ്പോൾ വേറെ ലോകത്താണ്. സിനിമ കാണുക, കാർട്ടൂൺ കോമഡി കാണുക, അതൊക്കെയാണ്. വിഷമമുണ്ട്, പക്ഷെ അതെല്ലാം വിട്ട് അവൻ്റെതായ ഒരു ലോകത്ത് ഒതുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്കാണെങ്കിലും ഇപ്പൊ പുറത്തേക്കോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല? എങ്ങും പോകുന്നില്ല. അവൻ്റെ അടുത്ത് എപ്പോഴും കണ്ടില്ലേ, 2 പേരും എപ്പോഴും ഉണ്ടാവണം. എന്തെങ്കിലും ചരിയുന്നതിനോ ബാക്കിലേക്കാവുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്തെങ്കിലും നിങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും അവിടെ സംഭവിക്കാനായിട്ട് ചാൻസ് വന്നിട്ടുള്ള? അങ്ങനെ ഒറ്റയ്ക്കായിട്ട് എങ്ങും പോവാറില്ല, ഇതുവരെയും പോയിട്ടില്ല. ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും. ചേച്ചി ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് നോക്കുന്നത്? ഇപ്പൊ എങ്ങനെയാ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടക്കുന്ന? ലേക്ക് ഷോറിൽ തന്നെയാണ്? അല്ല, ആസ്റ്റർ മെഡിസിറ്റിയിലാണ്. അപ്പോൾ എങ്ങനെ ട്രീറ്റ്മെന്റ് മരുന്നുകളൊക്കെ ഉണ്ടോ? എല്ലാ ആഴ്ചയിലും നമ്മൾ ഇപ്പോൾ ന്യൂമോണിയ വന്ന ശേഷം എളുപ്പം ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അടിക്കടി യൂറിൻ അല്ലെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ സലൈവ വിഴുങ്ങാനുള്ള കഴിവില്ല. അപ്പോൾ ഒരു പക്ഷേ വിഴുങ്ങുകയാണെങ്കിൽ തന്നെ നേരെ ലങ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ അടിക്കടി വരും. അപ്പോൾ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തണം, യൂറിൻ ടെസ്റ്റ് നടത്തണം. എന്നിട്ട് ഡോക്ടർക്ക് റിപ്പോർട്ട് അയച്ചെടുക്കും. ഇപ്പോഴും ആൻറ്റിബയോട്ടിക് പോയിക്കൊണ്ടിരിക്കുക, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാ ആഴ്ചയും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് ഡോക്ടർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആൻറ്റിബയോട്ടിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും. പിന്നെ യാതൊരു രീതിയിലുള്ള ഇൻഫെക്ഷൻ വരാൻ പാടില്ല, അത്ര കെയർ ചെയ്യണം നമ്മൾ നന്നായിട്ട്. അപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോഴൊക്കെ എങ്ങനെ? പുറത്തുനിന്ന് വരുമ്പോൾ ഇത് മാസ്ക് വെച്ചിട്ട് ഒക്കെ നിൽക്കുന്നത്. നമ്മൾ അധികം അങ്ങനെ വിസിറ്റേഴ്സ് ആരോ ചെയ്യാറില്ല. പഴയ കൂട്ടുകാരെ ആരെങ്കിലും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, സങ്കടമാണ്, കരയും. അവനും ഓരോ പോലെ ഓടിച്ചാടി നടന്നതല്ലേ, അപ്പൊ അതിൻ്റെതായ വിഷമമുണ്ട്. കാണാൻ വരാറുണ്ട് ആരെങ്കിലും? സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ അവര് മാത്രമാണ് മാറി നിൽക്കുന്നത് അല്ലേ? ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അവര് കണ്ടിട്ടുണ്ടാവുമല്ലോ, എന്നിട്ട് പോലും അവര് വന്നിട്ടില്ല? ഏതൊരു സാഹചര്യത്തിലായിരുന്നു അങ്ങനെ കരള് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്? സുഹൃത്ത് ഇതുവരെ വിളിച്ചിട്ടില്ല? ഇതുവരെ ഇല്ല. അവരെ കണ്ടെത്താനൊന്നും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല? അല്ലെങ്കിൽ അവരെ വീട്ടിൽ പോയപ്പോൾ വീടെല്ലാം അടച്ചിട്ടിരിക്കുക, ഇവിടെ ഇല്ല, അവരില്ല. അന്ന് സിറ്റുവേഷൻ കണ്ടപ്പോൾ വല്ലാതെ തകർന്നു പോയി. പിന്നെ എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഇപ്പോൾ കുറേയൊക്കെ സ്പീച്ച് തെറാപ്പിയിൽ കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ സംസാരിച്ച് തുടങ്ങി. പിന്നെ ഇനി MRI ഒക്കെ എടുക്കണമെങ്കിൽ കൈയും കൂടെ കുറച്ചൊന്ന് റെഡി ആവണം. തലയ്ക്ക് ഒരു MRI എടുക്കാൻ പാടില്ല. അപ്പോൾ കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് MRI എടുക്കാൻ ബുദ്ധിമുട്ടാണ്, മെഷീനകത്തോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇപ്പം എത്ര വയസ്സായിട്ടുണ്ട് ആൾക്ക്? 45 ആവുന്നതാണ്. 45 ഈ ഒരു സമയത്തായിരുന്നെങ്കിൽ ഗൾഫിലൊക്കെ പോയിരുന്ന സമയത്തുണ്ടല്ലോ, സുഹൃത്തിൻ്റെ അച്ഛനെ ഇങ്ങനെ കല്ല് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അത് നിങ്ങളെ കൺവിൻസ് ചെയ്ത് അവർ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ചേച്ചി അറിഞ്ഞത്? എങ്ങനെയായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടായി തുടങ്ങി എന്നുള്ളത്? സഹോദരി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ആ സമയത്ത് ചേച്ചിയാണ് കൂടെ ഉണ്ടായിരുന്നത്.
പിന്നെ ഇപ്പോൾ അവന് അതിൽ വലിയ വിഷമമാണ്, വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല്. ഒരു ജീവിതമല്ലേ പോയത്, കിടക്കയിലായില്ല, 5 വർഷം കൊണ്ട് കിടപ്പിലാണല്ലോ. അതൊരാൾക്കൊരു നന്മ ചെയ്തിട്ട് എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെയാണെങ്കിലും അത് നമ്മൾ എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാണ്. പക്ഷേ ഇത് ഒരാൾക്കൊരു നന്മ ചെയ്തിട്ട് ഇത്രയും കിടപ്പിലെയും മുറി വിട്ട് അവൻ പുറത്തിറങ്ങുന്നില്ലല്ലോ. നമ്മൾ തന്നെയാണ് ലോകം, ഈ ടി വിയും ഈ മുറിയും തന്നെയാണ് അവൻ്റെ ലോകം. പുറത്തുനിന്ന് ആൾക്കാരെയൊന്നും കാണാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാന്നല്ലേ ഉള്ളൂ. ഒരു പനി വന്നപ്പോഴും നമ്മൾ കൂടിപ്പോയ 2-3 ദിവസം കൊണ്ട്. അപ്പോൾ അവൻ്റെ അവസ്ഥ പിന്നെ നമ്മളത് അറിയിക്കാതെ തമാശയും പറഞ്ഞ് അവനെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കും. പിന്നെ സിനിമ എപ്പോഴും സിനിമ കണ്ടുപോകും, സിനിമ കോമഡി അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും, ക്രിക്കറ്റ് കാണും. ഇപ്പോൾ രൂപത്തിൽ വരെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ ഫോട്ടോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും ഭയങ്കര സങ്കടം തോന്നും. ഞാൻ കണ്ടിട്ടില്ല ആളെ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും പഴയ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് പിന്നെ ആളെ നോക്കുമ്പോഴേക്കും ഭയങ്കര എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ഒരാൾ ആയിരിക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമ്മൾ അത് മനസ്സിലാവണം, അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ പറ്റുള്ളൂ. കാരണം അവനെ തിരിച്ചു കൊണ്ടുവരണ്ടേ, സങ്കടപ്പെട്ടിരുന്നിട്ട് ഒന്നും കാര്യമില്ല മോനെ, അവനെ തിരിച്ചു കൊണ്ടുവരണ്ടേ, ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. ചേച്ചി എന്തെങ്കിലും സംസാരിച്ചു നോക്കിയ ആളെന്തെങ്കിലും സംസാരിക്കും മോനെ? ഉറക്കം വരുന്നാ? ഇത് ആരാന്ന് നോക്ക്, കൈ താഴ്ത്തി വെച്ച മോനെ, കൈ താഴ്ത്തി വെച്ച് ഇത് ആരാന്ന് നോക്ക്. നോക്കൂലേ? എപ്പോഴെങ്കിലും കരയാറുണ്ടോ? ഇത്തിരി നിങ്ങൾ പറഞ്ഞ കുറച്ച് മുന്നേ കരഞ്ഞോണ്ട്, അതാ പെട്ടെന്ന് വയലൻ്റ് ആയത്. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ, വേണ്ടായിരുന്നു എൻ്റെ ജീവൻ പോയി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കറണ്ടും കൂടെ പോയപ്പോൾ പിന്നെ പെട്ടെന്നങ്ങ് ഈ അതിനുശേഷം ഇങ്ങനെ എന്താ പറയുക, വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക? എല്ലാം ശരിയാവും മോനെ എന്ന് പറയാൻ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാവും, റെഡിയായി വരണം എന്ന് പറഞ്ഞു. അവനും റെഡി ആവണമെന്ന് ആൾക്കൊരു വിശ്വാസം ഉണ്ടോ ഉള്ളിൽ, അല്ലെങ്കിൽ ഇനി റെഡിയാകും, അല്ലെങ്കിൽ ഇനിയെല്ലാം മരുന്ന് കഴിച്ചിട്ടാണെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടാണെങ്കിലും ഭേദമാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ആളുടെ ഉള്ളിലുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, റെഡിയാവും. സംസാരിക്കുമ്പോഴൊക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ പിക്ചർ കാണിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ആത്മവിശ്വാസമാണ് അവന്. പിന്നെ ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെയാണ് ചെയ്യുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഭയങ്കര ആത്മവിശ്വാസമുണ്ട് നന്നായിട്ട്. ഇപ്പം സഹോദരനാകുമ്പോൾ തന്നെ ഒരു അമ്മയുടെ പോലെ ആയിരിക്കുമല്ലോ. അപ്പം ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരാളിങ്ങനെ കിടക്കേണ്ട വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചേച്ചി എങ്ങനെ അത് മാനേജ് ചെയ്തു തുടങ്ങുക? കാരണം നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ മനസ്സിനുള്ള വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ മാറ്റി, അല്ലെങ്കിൽ ചേച്ചിക്കും ചേച്ചിയുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കുമല്ലോ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുക. അപ്പോൾ ചേച്ചി എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇമോഷൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? അതങ്ങനെ വേറൊരിതായിട്ട് തോന്നുന്നുണ്ട് മോളെ. കാരണം അവനാണല്ലോ നമുക്ക് പ്രയോറിറ്റി. അവനെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് അവനെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ്, ബാക്കിയൊന്നും ഇപ്പം ചിന്തയിലില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അവനെ നേരെയാക്കി എടുക്കുക, തിരിച്ചുകൊണ്ട് പഴയ പോലെ ഒന്ന് പുറത്തൊക്കെ പോയി, ഒന്ന് നടത്തിച്ച് പുറത്തൊക്കെ കൊണ്ടുപോയി എല്ലായിടത്തുമൊക്കെ പോകാൻ. അങ്ങനെയൊക്കെ നേരത്തെയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് വീൽചെയറിലൊക്കെ പുറത്തൊക്കെ പോകുമായിരുന്നു. ന്യൂമോണിയ വരുന്നതിന് മുമ്പ്. ഇപ്പം ഇൻഫെക്ഷൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പം അങ്ങും പോകുന്നില്ല. പെട്ടെന്ന് ന്യൂമോണിയ വരാനുണ്ടായിരുന്ന സാഹചര്യം എന്തായിരുന്നു? ഈ സർജറി കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണോ? അതല്ല, ഒരു 1.5 വർഷം 2 വർഷം വരെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പനി വന്നു, അപ്പോൾ അത് കുറഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ലതായിട്ട് പനി വന്നു. അപ്പോൾ ന്യൂമോണിയാണെന്ന് അറിഞ്ഞില്ല. അപ്പം അല്ലാത്ത ഡോക്ടർ വന്ന് നോക്കി, സാധാ ഡോളോ എല്ലാം കഴിച്ച് ആൻറ്റിബയോട്ടിക് കഴിച്ച് കുറഞ്ഞതിന്, പക്ഷേ അത് ഇത്രയും കൂടുകയെന്ന് അറിഞ്ഞില്ലായിരുന്നു. അത് പിന്നെ പെട്ടെന്ന് ഫിറ്റ്സ് പോലെ വന്നു, അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലാക്കിയത്. ഇനി എങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആളുടെ? ഇനി മുന്നോട്ട് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ 3 ലക്ഷം രൂപയോളം നമുക്ക് ഒരു മാസം ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കാണുന്ന ആരെങ്കിലും നല്ല സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാരോട് ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഹോസ്പിറ്റലിൽ ലക്ഷങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം നമുക്ക് കിട്ടിയില്ല. പിന്നെ ആസ്റ്റർ മെഡിസിൻ തന്നെ നല്ലൊരു തുകയാണ് നമുക്ക്, വെന്റിലേറ്ററിലായിരുന്നപ്പോഴൊക്കെ. പിന്നെ ഈ വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് നമ്മൾ ഈ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയും. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? അത് ആലോചിക്കും കൂടി വയ്യ. ഡോക്ടർമാർ ഓരോ സമയത്ത് ആദ്യമൊന്നും മെഡിസിനോട് പ്രതികരിച്ച് തുടങ്ങില്ല. ആളൊരു അങ്ങ് പോയ അവസ്ഥയിലേക്ക് മെഷീൻസിൻ്റെ ഒക്കെ സഹായത്തോടുകൂടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പതിയെ ആൻറ്റിബയോട്ടിക്സിന് മരുന്നിനോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ അധികം ഡോക്ടേഴ്സ് പറഞ്ഞത് രക്ഷയില്ല,
എല്ലാവരും അറിയിച്ചുള്ളതാണ് പറഞ്ഞത്. പോകുന്നുള്ള രീതി. അതെ അതെ. പിന്നെ പതിയെ ആൻറ്റിബയോട്ടിക്, പിന്നെ പതിയെ മരുന്നിനോടൊക്കെ പ്രതികരിച്ച് തുടങ്ങി. പതുക്കെ പതുക്കെ തിരിച്ചു വന്നതാണ്. സമയം എടുത്തു ഒരുപാട്. ഈ വെന്റിലേറ്ററിൽ 21 ദിവസം ഉണ്ടായിരുന്നു. അതെ, 21 ദിവസം. എങ്ങനെയായിരുന്നു ആ സമയത്ത്? സുഹൃത്തുക്കൾ ആരെങ്കിലും കാണാൻ വന്നോ, അല്ലെങ്കിൽ ആ ഇല്ല, ആരും വന്നിട്ടില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ സമയം ചിന്തിക്കാൻ കൂടി വയ്യ. ഡോക്ടേഴ്സ് വന്ന് ഓരോന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പേടിയോടെ എങ്ങനെയാണ് എന്താണ്. പിന്നെ അതിനകത്ത് കയറി വെന്റിലേറ്ററിൽ അറിയാമല്ലോ, മെഷീൻ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാഴ്ചയില്ലായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഓവർകം ചെയ്ത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. വേദനിക്കാനൊന്നുമില്ല മോളെ, അതെല്ലാം അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യേണ്ടത്. കാരണം വെന്റിലേറ്ററിൽ കിടന്ന സമയമൊന്നും ആലോചിക്കാൻ കൂടി വയ്യ. കാരണം മൊത്തം ദേഹം മൊത്തം ട്യൂബും കാര്യങ്ങളൊക്കെ അല്ലേ, വായിലും മൊത്തം. പിന്നെ ഡോക്ടർമാരൊന്നും ഓരോ സമയത്ത് ഓരോന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിളിക്കുമ്പോൾ തന്നെ അവർ ഓരോ സമയത്ത് എന്തെങ്കിലും പ്രൊസീജിയറൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും, അല്ലെങ്കിൽ ഡെയിലി അന്നത്തെ അപ്ഡേഷൻ പറയും. അന്നേരമൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഡോക്ടർ ഇനി എന്താണ് പറയുന്നത്, എങ്ങനെയാണ് റെഡിയായി വരുമോ, എന്താണ് നമുക്ക് ടെൻഷൻ. പിന്നെ ആളെ കാണാൻ കയറുമ്പോൾ തന്നെ അന്നേരമൊക്കെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് കാണാൻ പറ്റില്ല, വെന്റിലേറ്ററിലേ കിടക്കുന്ന. പിന്നെ ഇങ്ങനെ തിരിച്ച് വന്ന് പിന്നെ ട്യൂബ് ഇടണം, അല്ലാതെ ചിലപ്പോൾ ഇവിടെ ഒരു ഇത് ചെയ്യുമല്ലോ, അത് ഇടണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല. ഫുഡ് കൊടുക്കാനൊക്കെ ട്യൂബിൽ കൂടെയാണ് ഫുഡൊക്കെ കൊടുക്കുക. അതെ, ട്യൂബിൽ. എന്തൊക്കെ കഴിക്കുക? ആ പൊടി കൊടുക്കും, പെപ്റ്റാമിൻ എന്ന് പറഞ്ഞ പൊടി കലക്കി. പിന്നെ പഴച്ചാറ്, മാതളവോ ആപ്പിളോ ക്യാരറ്റ് അതൊക്കെ കൊടുക്കും. ഇപ്പം എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കൊരു മരവിച്ച അവസ്ഥയാണ്. അതെ. അതായത് എന്താ പറയുക, അപ്പം നമുക്ക് ഈ ഒരു കാഴ്ച കണ്ട് 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 നമുക്ക് യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും എന്താ പറയുക, എനിക്ക് പഴയ ഫോട്ടോ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത്. നിങ്ങൾക്കത് കണ്ടിട്ട് യൂസ്ഡ് ആയിരിക്കും, പക്ഷേ പുറത്തുനിന്ന് തന്നെ ആരാണെങ്കിലും പെട്ടെന്ന് ഇത്രയും ഓടിച്ചാടി നടന്നിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഈ ഒരു മരവിച്ച അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ഇമോഷനും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നു. നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ആൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ. ചേച്ചി പറഞ്ഞു പ്രയോറിറ്റി ആണ് എന്നുള്ളത്. എന്നാലും എപ്പോഴെങ്കിലും ആൾ തിരിച്ചു വരണം, ആ ഒരു രീതിയിലേക്ക് കൂടുതൽ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ നേരത്തെ? ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരും, അങ്ങനെ എന്തെങ്കിലും? പോയായിരുന്നു, വെല്ലൂർ പോയായിരുന്നു. പിന്നെ ഇപ്പം നോക്കുന്ന ഡോക്ടർ ആസ്ട്ര മെഡിസിറ്റി ഡോക്ടറാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി തന്നെയാണ് ഏറ്റവും വലുത്. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം വരും. പിന്നെ വെല്ലൂർ നമ്മൾ പോയായിരുന്നു. അവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞത് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പിയും കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ വെല്ലൂർ പോയ സമയത്ത് സംസാരിക്കുമായിരുന്നു ആൾ, ഇത്രയും ആവശ്യമായില്ല. പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞാലൊക്കെ മനസ്സിലാവും, നല്ലോണം സംസാരിക്കുകയും ചെയ്യും. ഇത്തിരി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടം പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ തമാശയായിട്ട് എടുത്ത് ഞാനത് സീരിയസ് ആക്കി എടുത്ത്. ഞാൻ ഇവിടെ സീരിയസ് ആയാൽ അവനും സീരിയസ് ആവില്ലേ. അപ്പം നമ്മളത് അങ്ങ് മാറ്റി. വേണ്ടായിരുന്നു, എൻ്റെ ജീവിതം പോയി, ഇത്തിരി മുന്നേ അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങ് പോയിന്ന്. അപ്പോൾ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ടായി. പിന്നെ നമ്മളെ സങ്കടപ്പെടുത്താനുള്ള അവസരം കൊടുക്കില്ല. അപ്പോൾ കളിപ്പിച്ച് ചിരിപ്പിച്ചൊക്കെ അങ്ങ് പോകും. കൊച്ചുകുട്ടികളെ പോലെ അങ്ങ് ഒരു കൊച്ചുകുട്ടിയുടെ മൈൻഡാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പിണങ്ങിയിരിക്കും. അതേപോലെ അങ്ങ് വേണം. പിന്നെ അത് തിരിച്ചു വരണമല്ലോ, അതിനല്ലേ നമ്മളിത്രയും കഷ്ടപ്പെടുന്നത്. ചേച്ചിയാണോ കൂടെയുള്ളത്? രണ്ടുപേരുണ്ട്. ചേച്ചി വർക്കിൻ്റെ കാര്യമായിട്ട് പോയിക്കണം. ഇപ്പം നമ്മൾ രണ്ടുപേരും, പിന്നെ ചേച്ചി വരും. ഇപ്പോൾ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് ആകുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിന് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിലും കുറേ പൈസയും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ അത് മുന്നോട്ട് പോകുമ്പോൾ? ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ അന്വേഷണത്തിന് ഉത്തരവിട്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫർദർ മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ ഇതുപോലെ അവർക്കെതിരെ അങ്ങനെ ഇതാകാൻ പാടില്ല. ഒരാളെ ജീവിതമല്ലേ പോയത്, 5 വർഷം കൊണ്ട് കിടപ്പിലാണല്ലോ. അപ്പം അത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പെപ്റ്റാമിൻ ഇല്ലാതെ നമുക്ക് ഫിസിയോതെറാപ്പി കൊടുക്കാൻ പറ്റാതെ, മരുന്നുകൾ ഡെയിലി നല്ല മരുന്ന്, രാവിലെ ഒരു 10-12 ഗുളിക, ഉച്ചയ്ക്ക് 8 ഗുളിക, 9 ഗുളിക, രാത്രിയിലും അതുപോലെ 10-12 ഗുളിക. അപ്പം മരുന്നിൻ്റെ ഒന്നും മുടങ്ങാൻ പാടില്ല. ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്.
അപ്പോൾ ആ സമയത്ത് വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അവനെ തിരിച്ചു കൊണ്ടുവരണം ജീവിതത്തിൽ. ഈ ഭാരിച്ച ചിലവ് താങ്ങാനുള്ളൊരു ഇതൊന്നും നമുക്കില്ല ഇപ്പോൾ. എന്നാലും നമുക്ക് അവനെ മുന്നോട്ട് കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അവന് ആ ഒരു ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, പെപ്റ്റാമിൻ എന്ന് പറഞ്ഞ പൊടി. ബാക്കി മറ്റേ ഇൻഷുറോ കൊടുത്തപ്പോൾ ലൂസ് മോഷൻ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെപ്റ്റാമിനാണ്, ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് പെപ്റ്റാമിൻ വാങ്ങിക്കുന്നത്. പെട്ടെന്ന് ലൂസ് മോഷൻ ഉണ്ടാകും. ഇൻഷുറോ കൊടുത്തപ്പോൾ ശരിയാവുന്നില്ല. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഫ്യൂച്ചർ ആലോചിച്ചൊരു ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, അവനെ വിട്ട് ഒരിക്കലും എങ്ങും പോവില്ല. എപ്പോഴും ഉണ്ടാവും. ഞാനോ ഹസ്ബൻഡോ ആരെങ്കിലും ചേച്ചിയോ ആരെങ്കിലും ഉണ്ടാവും. അവനെ വിട്ട് എങ്ങും പോവില്ല. എന്നാൽ പിന്നെ നമുക്കൊരു ഇതില്ലല്ലോ, എങ്ങും പോവില്ല. ആ ഒരു ചോദ്യമേ അതിൻ്റെ ആവശ്യവുമില്ല. കാരണം അവനാണ് നമ്മുടെ ലോകം. അവനെ വിട്ട് എങ്ങും ഇല്ല. അല്ലെങ്കിൽ ഇപ്പം എന്നെയോ ചേച്ചിയോ ഹസ്ബൻഡോ കണ്ടില്ലെങ്കിൽ അവൻ പെട്ടെന്ന് സങ്കടപ്പെടും. പിന്നെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ആരെങ്കിലും വരണമെങ്കിൽ സന്തോഷമാണ്. ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഒഴിച്ചുകൂടാ. അങ്ങനെ എങ്ങും പോയിട്ടില്ല മോളെ. പോവുകയാണെങ്കിൽ അത്രയും വിശ്വസിച്ച് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ അവനെ വിട്ടൊരു ജീവിതമില്ല. അപ്പോൾ വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആൾ നിന്നോളൂ, അതോ ഒച്ചെടുക്കോ? അവന് വളരെ ഇപ്പോൾ മാമൻ്റെ മോനുമായിട്ട് നല്ല കൂട്ടാണ്. എന്നാലും ഞാനോ ചേച്ചിയോ ആരെങ്കിലും വേണം, അല്ലാതെ നിൽക്കില്ല. കരയും ഭയങ്കരമായിട്ട് കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ. കുട്ടികളെ പോലെ. അതെ, കുട്ടികളെ മനസ്സാണ്. ഇപ്പോൾ വേറെ ഒന്നും അവനിപ്പോൾ ചിന്തയില്ല, കുട്ടികളെ പോലെയാ. വളരെ നല്ല പക്വത. ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ഇപ്പം പത്രപ്രവർത്തകനായിരുന്നു സഹോദരനെ. അപ്പോൾ ഇപ്പം നന്നായിട്ട് സംസാരിച്ചേ കാര്യങ്ങളൊക്കെ. സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല അവന് ഇഷ്ടമാണ് ആരെങ്കിലുമൊക്കെ വന്നാലും സംസാരിക്കാനൊക്കെ. ഇപ്പോൾ കുട്ടികളുടെ മനസ്സാണ്, അതാ പിണങ്ങിയിരിക്കുന്നത്. കൊച്ചുകുട്ടികളെ പോലെയാണ് ഇപ്പോൾ. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടാവും? എല്ലാം കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. രഞ്ജുകുട്ടാ, പിണക്കം മാറിയാ മോനെ? രഞ്ജു